മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊല്ലുമെന്ന ഭീഷണിക്കോൾ വിളിച്ച പ്രതിപിടിയിൽ. ആറ്റിങ്ങൽ സ്വദേശി സോണി തോമസ് ആണ് പിടിയിലായത്. മദ്യലഹരിയിലാണ് ഇയാൾ കോൾ വിളിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസാണ് സോണി തോമസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് 2 തവണ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ഭീഷണി മുഴക്കിയത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെയും കൊല്ലുമെന്നും അതുവഴി പ്രശസ്തനാകുക എന്നതാണ് തന്റെ തീരുമാനമെന്നായിരുന്നു സോണി ഫോണിലൂടെ പറഞ്ഞത്. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കാറുള്ള വ്യക്തിയാണ് ഇയാളെന്നും പോലീസ് പറയുന്നു. ഇയാൾക്കെതിരെ നേരത്തെയും കേസുകളുണ്ട്. സോണിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. IPS ഉദ്യോഗസ്ഥ സ്ഥലമാറ്റത്തിൽ DGPക്കും അതൃപ്തി. സംസ്ഥാനത്തെ IPS ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളിലെ അഴിച്ചുപണിയിൽ ഉയരുന്നത് വലിയ പരാതി. ADGPമാരടക്കം മുൻ സർക്കാരുമായി അടുത്തുനിന്ന ഉദ്യോഗസ്ഥരെയെല്ലാം സ്ഥലം മാറ്റിയതിൽ DGPയും അതൃപ്തിയിലാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് DGP കാര്യങ്ങൾ ധരിപ്പിക്കും. IASൽ എന്ന പോലെ ഇടത് സർക്കാർ മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥർക്ക് നിർണായക സ്ഥാനങ്ങളിൽ നിയമനം നൽകിക്കൊണ്ടായിരുന്നു UDF സർക്കാരിന്റെ പരിപാടി. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടു. KB പ്രദീപ് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ സ്ഥാനമൊഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വിവാദമായ പശ്ചാത്തലത്തിൽ സ്ഥാനമൊഴിഞ്ഞ് KB പ്രദീപിനോട് സ്ഥാനമൊഴിയാൻ മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് രാജി. ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശുന്ന ജോലി കരാറെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് KB പ്രദീപ്. ഇദ്ദേഹത്തെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതാണ് വിവാദമായത്. പ്രദീപിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പോലും പരിഗണിക്കാതെയാണ് നിയമനമെന്ന വിമർശനവും ഉയർന്നിരുന്നു. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ സർക്കാർ പ്ലീഡറായി നിയമിച്ചതിൽ പ്രത്യേക അന്വേഷണ സംഘം ആശങ്ക അറിയിച്ചിരുന്നു. PK ശശി CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. പാലക്കാട്, മണ്ണാർക്കാട്, നായാടിപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി K മണികണ്ഠനെയാണ് ഭീഷണിപ്പെടുത്തിയത്. ഫോൺ വിളിച്ചായിരുന്നു ഭീഷണിയെന്ന് പരാതിയിൽ പറയുന്നു. എനിക്കെതിരെ ശബ്ദിച്ചാൽ നിന്റെ കണ്ണടിച്ചു പൊട്ടിക്കും, നിന്റെ കയ്യും കാലും വെട്ടിക്കളയും, അതിലുള്ള ആളുകളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, കരുതിയിരുന്നു എന്നായിരുന്നു ഭീഷണിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ്, DGP, നാട്ടുകൽ പോലീസ് തുടങ്ങിയവർക്ക് മണികണ്ഠൻ പരാതി നൽകി. VCമാരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി B അശോക്. വൈസ് ചാൻസലർമാരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി B അശോക്. സർവകലാശാല രജിസ്ട്രാർമാരെയും ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പിന് കീഴിലുള്ള 9 സർവകലാശാലകളിലെ ഉദ്യോഗസ്ഥരാണ് ഗ്രൂപ്പിലുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി B അശോക് ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് നടപടി. സർവകലാശാലകളുമായി എളുപ്പത്തിൽ സമ്പർക്കം പുലർത്തുന്നതിനാണ് ഗ്രൂപ്പ് ആരംഭിച്ചതെന്നാണ് വകുപ്പിന്റെ പ്രതികരണം. അതേസമയം സെക്രട്ടറിയുടെ നടപടിയിൽ ഒരു വിഭാഗം VCമാർക്ക് അമർഷമുണ്ട്. പൊതുവെ സ്വയംഭരണ സ്ഥാപനങ്ങളായ സർവകലാശാലാ ഭരണത്തിൽ സർക്കാർ നേരിട്ട് ഇടപെടാറില്ല എന്നതാണ് അമർഷത്തിന് കാരണം.